നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് MG ശ്രീകുമാർ. ശ്രീകുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ശ്രീകുമാറും പ്രേക്ഷകർക്ക് പരിചിതയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ലേഖ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. രുചികരമായ വിഭവങ്ങളും യാത്രകളുമൊക്കെ പറഞ്ഞാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത്. 14 വർഷം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും. ഇപ്പോഴിതാ തൻ്റെ കല്യാണത്തെക്കുറിച്ച് MG ശ്രീകുമാർ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. MGയെ അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖയെയും അറിയാം. MGക്കൊപ്പം എല്ലാ വേദികളിലും ലേഖ എത്താറുമുണ്ട്. ഇരുവരും വർഷങ്ങളോളം ലിവിംഗ് ടുഗദറിലായിരുന്നു. പിന്നീടാണ് വിവാഹം കഴിക്കുന്നത്. തുടക്കം കച്ചേരികളിലും ഗാനമേളകളിലുമായിരുന്നു. ഗാനമേളകൾ ഹിറ്റായപ്പോൾ ഒരു മാസം 10-15 പ്രോഗ്രാമുകളൊക്കെയായി ആകെ തിരക്കായിരുന്നു. ആ സമയങ്ങളിൽ കല്യാണാലോചനകൾ വന്നിരുന്നു. എന്നാൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ചിത്രം സിനിമയിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് ലേഖയെ പരിചയപ്പെടുന്നതെന്നാണ് MG ശ്രീകുമാർ പറയുന്നത്. 14 വർഷത്തോളം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നീട് പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി. മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. നാട്ടിലെത്തിയ ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്തുവെന്നും MG ശ്രീകുമാർ പറയുന്നു. അന്ന് അങ്ങനെയായിരുന്നെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് താൻ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്നാണ് MG ശ്രീകുമാർ പറയുന്നത്. തന്നെ അനുകരിക്കുന്ന മിമിക്രിക്കാരെക്കുറിച്ചും MG തുറന്ന് സംസാരിക്കുകയാണ്. മിമിക്രിക്കാരെ അന്നും ഇന്നും വലിയ കാര്യമാണ്. സന്തോഷിപ്പിച്ചും നോവിച്ചും അവർ പലതും ചെയ്യുമെന്നാണ് MG പറയുന്നത്. അവർക്ക് ആദ്യം എന്നിൽ നിന്ന് കിട്ടിയത് 10,000 ആയിരുന്നു. ഞാൻ അതിനെ തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് MG പറഞ്ഞു. ഞാനൊരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതോടെ അവർ 10,000-ന്റെ ശക്തി കൂട്ടിയെന്നാണ് MG പറയുന്നത്. പിന്നീട് ഞാനത് വിട്ടുകളഞ്ഞു. അവർ എന്തെങ്കിലും ചെയ്യട്ടെ. 10,000-ന് ശേഷം പൂക്കുറ്റിയായിരുന്നു അവർക്ക് എന്നിൽ നിന്ന് കിട്ടിയ മറ്റൊന്ന്. ഇനി എന്താണ് അവർക്ക് കിട്ടുക എന്നറിയില്ലെന്നും MG പറയുന്നു. പിന്നാലെ തന്നെക്കുറിച്ച് നിരന്തരം വാർത്തകൾ എഴുതുന്ന ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഓൺലൈൻ മീഡിയകളാണ് മറ്റൊന്ന്. MG ശ്രീകുമാറിന് എന്തു പറ്റി എന്നൊക്കെ ടൈറ്റിൽ കാർഡിട്ട് ഓരോ വാർത്ത ഇറക്കും. സത്യത്തിൽ ഞാൻ ഇവരോടെല്ലാം നന്ദി പറയുകയാണ് ചെയ്യുക. അവരിനിയും എഴുതണം. അവരിങ്ങനെ അനാവശ്യമായ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി പോപ്പുലറാവും. സജീവമായി എൻ്റെ പേര് നിലനിൽക്കും എന്നാണ് MG പറയുന്നത്. മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദമാണ് MG ശ്രീകുമാറിൻ്റെത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. പുതിയ തലമുറയെ പോലും തൻ്റെ സംഗീതം കൊണ്ട് ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. സ്റ്റേജ് പരിപാടികളിലും അദ്ദേഹം ഇന്നും സജീവമാണ്. ആലാപനത്തിന് പുറമെ സംഗീത സംവിധായകനായും അദ്ദേഹം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.